നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പിട്ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ മദ്രസ അധ്യാപകർക്കുള്ള വിവാഹ ധനസഹായ വിതരണവും സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ സഹായത്തോടെയുള്ള ഭവന വായ്പാ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിച്ചു. ന്യൂനപക്ഷ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ മദ്രസ അധ്യാപകരുടെ മക്കൾക്കുള്ള വിവാഹ ധനസഹായമായി 25,000 രൂപ വീതം ആദ്യഘട്ടത്തിൽ 100 പേർക്കാണ് വിതരണം ചെയ്തത്. ഭവനരഹിതരായ 270 അധ്യാപകർക്ക് 5 ലക്ഷം വീത പലിശരഹിത വായ്പയും അനുവദിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 200-ലധികം ആളുകൾ വിതരണോദ്ഘാടനത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കാരാട്ട് റസാഖ് അധ്യക്ഷനായി. അഹമ്മദ് ദേവർകോവിൽ MLA, കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് CEO അബ്ദുൾ നാസർ പുലത്ത്, കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ്, മോയിൻകുട്ടി മാസ്റ്റർ, AK അബ്ദുൾ ഹമീദ്, അബ്ദുൾ വഹാബ് നന്മണ്ട, ഡോക്ടർ CH അനീനുദ്ദീൻ, മുജീബ് മദനി ഒട്ടുമ്മൽ, C അബ്ദുൾ മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 1 മുതൽ 7 വരെ നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം മാവേലിക്കസ് സെപ്റ്റംബർ 1 വൈകിട്ട് 7 മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ശേഷം രാജസ്ഥാനി നാടോടി ബാൻഡായ മംഗാനിയാർ സെഡക്ഷൻ സംഗീത പരിപാടി അരങ്ങേറും. ഓണാഘോഷം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗം വിലയിരുത്തി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA പങ്കെടുത്തു. പ്രധാന വേദികളിലെ ജനത്തിരക്ക് നിയന്ത്രിക്കാനും പാർക്കിംഗ് കുറ്റമറ്റതാക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ഓരോ വേദിയിലും എത്ര പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്നു എന്ന കൃത്യമായ കണക്ക് മുൻകൂറായി തയ്യാറാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. എല്ലാ വേദികളിലും ആവശ്യമായ വളണ്ടിയർമാരെ വിന്യസിപ്പിക്കും. ഇതിനായി NSS ടീം കേരള ടൂറിസം ക്ലബ് അംഗങ്ങളെ നിയമിക്കും. യോഗത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തന പുരോഗതി വിശദീകരിച്ചു. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അരുൺ K പവിത്രൻ, ADMP സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലത്ത് വിലക്കയറ്റം, കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ് എന്നിവ തടയുന്നതിനായി പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പ്, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡ് എന്നിവ പരിശോധന നടത്തി. കോഴിക്കോട് താലൂക്കിലെ കുന്നമംഗലം, പടനിലം, ചൂലാംവയൽ എന്നിവിടങ്ങളിലാണ് പൊതുവിപണി പരിശോധന നടത്തിയത്. മുദ്ര പതിക്കാത്ത ത്രാസ് ഉപയോഗിച്ചതായി കണ്ടെത്തിയ 3 കടകളിൽ നിന്നായി 60,000 രൂപ പിഴ ഈടാക്കി. വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത 4 കടകൾക്കെതിരെയും ഭക്ഷ്യസുരക്ഷ ലൈസൻസ് ഇല്ലാത്തതും ന്യൂനതകൾ കണ്ടെത്തിയതുമായ 2 സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിനായി നോട്ടീസ് നൽകി. കോഴിക്കോട് താലൂക്ക് സപ്ലൈ ഓഫീസർ ജോജി സക്കറിയ, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ KP ബൈജു, C വിനോദ്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ KV സുദീപ്, E ഗിരീഷ് കുമാർ, CK പ്രിനീഷ്, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ AP അനു എന്നിവരടങ്ങിയ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 2024 സ്വാമി വിവേകാനന്ദ യുവ പ്രതിഭാ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. സാമൂഹിക പ്രവർത്തനം, മാധ്യമപ്രവർത്തനം, കല, സാഹിത്യം, കായികം, സംരംഭകത്വം, കൃഷി എന്നീ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയവർക്കാണ് പുരസ്കാരം ലഭിക്കുക. പ്രായപരിധി 18 മുതൽ 40. അതത് മേഖലയുമായി ബന്ധപ്പെട്ട ഏതൊരാൾക്കും മറ്റൊരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യാം. അർഹരാകുന്നവർക്ക് 50,000 രൂപയും പ്രശസ്തി പത്രവും നൽകും. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള യൂത്ത്, യുവ, അവളിടം ക്ലബ്ബുകളിൽ നിന്നും അവാർഡിനായി അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 15 വരെ അപേക്ഷിക്കാം. ജില്ലാ തലത്തിൽ മികച്ച ക്ലബിന് 30,000 രൂപയും പ്രശസ്തി പത്രവും ലഭിക്കും. അപേക്ഷാ ഫോറത്തിന് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം: സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ജില്ലാ യുവജന കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, B ബ്ലോക്ക്, 6ാം നില, കോഴിക്കോട്. ഫോൺ 0495 237 3371. കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ നിർവഹണം നടത്തുന്ന പദ്ധതിയിലേക്ക് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലേറ്ററെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കും. യോഗ്യത: MSW വുമൺ സർവീസ്, സൈക്കോളജി, സോഷ്യോളജി എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദം. സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 9 രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തണം. ഫോൺ 9048 689869. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.